നമസ്കാരം സുഹൃത്തുക്കളെ. വെളിച്ചത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് നമ്മുടെ വാക്കുകളാണ്. ഒരിക്കൽ വായിൽ നിന്ന് വീണുപോയാൽ പിന്നെ എത്ര ശ്രമിച്ചാലും അവ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. വാക്കുകൾ തേൻ പോലെ മധുരമുള്ളതാകാം, പക്ഷേ അവ ചിലപ്പോൾ മൂർച്ചയുള്ള വാളിനേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കും. നമ്മൾ വിശ്വസിക്കുന്ന പലരും വളരെ നിഷ്കളങ്കത കാണിച്ച് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്നാൽ അതിന് നൽകുന്ന സത്യസന്ധമായ ഉത്തരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിനയായി മാറിയേക്കാം. നിനക്ക് എത്ര രൂപ ശമ്പളമുണ്ട്? ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്? ബാധ്യതകളുണ്ടോ? ഇത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടെയോ അല്ലെങ്കിൽ അറിയാതെയോ കൃത്യമായി കണക്ക് പറയും. വരുമാനം കൂടുതലാണെന്നറിഞ്ഞാൽ വളരെ അസൂയയോടെ നമ്മളെ നോക്കും. ഇനി പണം കുറവാണെന്നറിഞ്ഞാലോ അവർ നമ്മളെ ബഹുമാനിക്കില്ല. സമൂഹത്തിൽ നമ്മൾക്ക് ലഭിക്കേണ്ട വില ഇല്ലാതാകും. അതിന് ഉത്തരമായി നമ്മൾ പറയേണ്ടത്, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു എന്ന് പറയുക. അടുത്തതായി, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? വണ്ടി വാങ്ങിക്കുന്നുണ്ടോ? വീട് പണിയുന്നുണ്ടോ? എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടോ? നമ്മളെല്ലാവരും കുറച്ചു പേരെങ്കിലും ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിന് മുമ്പ് അത് മറ്റുള്ളവരോട് പറയുന്ന ഒരു ശീലമുണ്ട്. നമ്മൾ ആ കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ അത് നേടിയെടുക്കാനുള്ള ഒരു ഊർജം തന്നെ നമുക്ക് നഷ്ടമാകും. കാരണം നമ്മൾ ആ പറയുന്ന സമയത്ത് അത് നേടിയെടുത്തതുപോലെയുള്ള ഒരു സന്തോഷം നമുക്ക് ലഭിക്കുകയും അത് പൂർത്തിയാക്കാനുള്ള ഊർജം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കേൾക്കുന്ന വ്യക്തികളെല്ലാം നമ്മുടെ ഗുണങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല. അതിൽ തടസ്സങ്ങളിടാൻ ശ്രമിക്കും. വിത്ത് പാകുന്നത് മണ്ണിലടിയിലാണ്, അത് പുറത്ത് കാണില്ല. അത് മരമായി വളർന്നു കഴിയുമ്പോൾ ലോകം തനിയെ കാണും. അതുവരെ മൗനം പാലിക്കുക. അടുത്ത ഒരു ചോദ്യം, എന്താണ് നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം? നീ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? ഓർക്കുക, നമ്മുടെ വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ നടക്കുന്നത് പുറത്തുള്ള ഒരാളോട് പറയുന്നത് നമ്മളുടെ ബലഹീനതയാണ്, കാട്ടിക്കൊടുക്കലാണ്. ഇന്ന് നിങ്ങളുടെ സങ്കടം കേൾക്കുന്നവർ നാളെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ കളിയാക്കാൻ ഉപയോഗിക്കാം. അടുത്തൊരു ചോദ്യം, നിനക്ക് എന്താണ് ഇത്ര പേടി? സുഹൃത്തുക്കളെ, സ്വന്തം ബലഹീനതകൾ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്നത് അവർക്ക് നമ്മളെ നിയന്ത്രിക്കാനുള്ള ചരട് നൽകുന്നതിന് തുല്യമാണ്. ശത്രുക്കൾ എപ്പോഴും നോക്കുന്നത് നമ്മുടെ വിള്ളലുകൾ എവിടെയെന്നാണ്. തന്ത്രപൂർവം ചൂഷണം ചെയ്യാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ കാര്യങ്ങൾ, മുൻപുള്ള കാര്യങ്ങൾ ചികഞ്ഞു ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. കഴിഞ്ഞൊക്കെ പോയ കാര്യങ്ങളല്ലേ എന്നോർത്ത് നമ്മൾ മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യാറുണ്ട്. ഇത് നമ്മളുടെ വ്യക്തിത്വത്തെ കരിവാരിത്തേക്കാൻ ഏറ്റവും വലിയൊരു കാര്യമാണ്. സുഹൃത്തുക്കളെ, സംസാരിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ എവിടെ നിശബ്ദരായിരിക്കണമെന്ന് അറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ.